ഹലോ ആഞ്ചന പറയൂ, കേട്ടിട്ടുണ്ടോ? എക്സാം ഡേറ്റ് വരുന്നത് 29-30 ഈ മാസം. ഹോൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ആണോ? ഞാൻ ഒന്ന് ചോദിച്ചിട്ട് തന്നെ പറയാം. ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? ഓക്കെ ശരി, ഞാൻ ഇപ്പം തന്നെ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ. നിഖിലേ, ഓ കേട്ടിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നോ? ആ ജിജി, നമുക്ക് ഡിസംബർ 20 മുതൽ പരീക്ഷ ഭവന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം K1 K2 എക്സാം ഡിസംബർ 29, K3 K4 എക്സാം എന്ന് പറയുന്നത് ഡിസംബർ 30 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. രണ്ടാമത്തേത് നമ്മുടെ തിരിച്ചറിയൽ രേഖ വേണം. ഈ തിരിച്ചറിയൽ രേഖ എന്ന് പറയുന്നത് ചിലർ ID കാർഡ്, അത് വോട്ടർ ID ആയിരിക്കും, ആധാറിൻ്റെതായിരിക്കും അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആധാർ ആണോ പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ടതെങ്കിൽ, നമ്മൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ആധാറാണ് നമ്മൾ പ്രൂഫായിട്ട് കൊടുത്തതെങ്കിൽ ആധാറിൻ്റെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതല്ല വോട്ടർ ID ആണ് നമ്മൾ കൊടുത്തെങ്കിൽ വോട്ടർ IDയിൽ ഒറിജിനൽ, മറ്റെന്തെങ്കിലും ലൈസൻസ് കൊടുക്കുന്നവരുണ്ടായിരിക്കും എങ്കിൽ അതിൻ്റെ ഒറിജിനൽ തന്നെ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ പരീക്ഷാ ഭവൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് നമ്മുടെ ID കാർഡിൻ്റെ അസൽ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിലോ നമ്മുടെ ഹാർഡ് കോപ്പിക്ക് പലരും സോഫ്റ്റ് കോപ്പി കാണും ഫോണിലൊക്കെ, അതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ അസൽ രേഖ തന്നെ ഹാജരാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോൾ ടിക്കറ്റ് വേണം, അതുപോലെ തന്നെ നമ്മുടെ ID കാർഡിൻ്റെ അസൽ, അത് ഏതാണോ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തത്, നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ആധാർ ആണെങ്കിൽ ആധാർ, വോട്ടർ ID ആണെങ്കിൽ വോട്ടർ ID, മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് തന്നെ അതിൻ്റെ അസൽ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ മറക്കരുത്. നാളെ മുതൽ ഡൗൺലോഡ് ചെയ്യാം. അതെ, ഓക്കെ ശരി, അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയട്ടെ. ഓക്കെ. അഞ്ജന, ഡിസംബർ 20 മുതൽ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ.